അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കോതപ്പറമ്പിൽ കോരപ്പൻ. തൊട്ടടുത്ത ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് കോരപ്പൻ്റെ തലചുറ്റൽ. ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് ഹോട്ടൽ അടപ്പിക്കുകയും വലിയ തുക പിഴ ഈടാക്കുകയും ചെയ്യുന്നുണ്ടത്രേ. ആരോഗ്യവകുപ്പിൻ്റെ ആളുകൾ തൻ്റെ വീട്ടിലെങ്ങാനും കയറിയാലോ എന്നതാണ് കോരപ്പൻ്റെ പേടി. കെട്ടിയോളുടെ ആകെപ്പാടെയുള്ള ഒരു വള പണയം വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം ഒരു ഫ്രിഡ്ജ് വാങ്ങിയത്. കടം തീരണമെങ്കിൽ 3 കൊല്ലം അടച്ചുകൊണ്ടേയിരിക്കണം. ആരോഗ്യവകുപ്പുകാർ വീട്ടിൽ കയറി ഫ്രിഡ്ജ് പരിശോധിച്ചാൽ കുടുങ്ങിയത് തന്നെ. ഹോട്ടലിലെ ഭക്ഷണത്തിന് മാക്സിമം ഒരാഴ്ചത്തെ പഴക്കമേ കാണൂ. പക്ഷേ തൻ്റെ ഫ്രിഡ്ജിലുള്ള പലതും ഭാര്യ തുടക്കം തൊട്ടേ സൂക്ഷിച്ചു വരുന്നതാണ്. ബാക്കി വരുന്നതൊന്നും അവൾ പാഴാക്കി കളയാറില്ല. സാധനങ്ങൾക്കൊക്കെ വലിയ വിലയല്ലേ. കെട്ടിയോൾ എന്തായാലും വെട്ടിലാകും. അത് പോട്ടെ, കെട്ടിയോളെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ തന്നെയും പൊക്കില്ലേ എന്നതാണ് കോരപ്പൻ്റെ പേടി. പുറമെ പിഴയും കോരപ്പൻ തന്നെ അടക്കണം. ഇടിവെട്ടേറ്റവനെ പാമ്പും കടിച്ചു എന്ന അവസ്ഥ. പറഞ്ഞു വരുന്നത് പ്രശസ്ത ഗ്രന്ഥകാരനും സാമൂഹിക നിരീക്ഷകനുമായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താനി രചന നിർവഹിച്ച പച്ചമാങ്ങ എന്ന ഈ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നതും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നാം കൈവിട്ടതുമായ നിരവധി കാര്യങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഈ ഒരു പുസ്തകം. നാം ചെയ്യാതെ പോയതും ഇനി ചെയ്യേണ്ടതും ജീവിതത്തിൽ തിരികെ കൊണ്ടുവരേണ്ടതുമായ ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ കൃതിയിലെ പല സംഭവങ്ങളും. ഒരു സാമൂഹിക ജീവി എന്ന നിലക്ക് മനുഷ്യൻ മറക്കാൻ പാടില്ലാത്ത പലതും അവൻ്റെ ജീവിതത്തിലുണ്ട്. അതിരുവിട്ട് അഹങ്കരിക്കുന്ന നമ്മൾ കർത്തവ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ അത് സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയെ എങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് ഈ ഒരു കൃതിയിലൂടെ ഗ്രന്ഥകാരൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വീട്ടിലും നാട്ടിലും ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ലെന്നും വ്യക്തിയേക്കാൾ പ്രധാനം സമൂഹമാണെന്നും ഈ ഒരു കൃതിയിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്ത സംസ്കാരങ്ങളെ എങ്ങനെ സൗഹാർദ്ദത്തോടെ കൊണ്ടുപോകാമെന്നും വ്യത്യസ്ത മതവിശ്വാസങ്ങൾ കൊണ്ട് എങ്ങനെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാമെന്നുമുള്ള ഒരു ചിന്തയിലേക്ക് ഈ കൃതി നമ്മെ നയിക്കുമെന്നത് ഉറപ്പാണ്. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞ മാനവ സൗഹാർദ്ദത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഈ കൃതിയിലെ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ. നമ്പൂതിരിയുടെ മകൻ അപ്പുവും കോമോവിൻ്റെ മകൻ സുലൈമാനും തോളോട് തോളൊരുമി ജീവിക്കുമ്പോൾ അതിലൊക്കെ എന്തിരിക്കുന്നു, എല്ലാവരും ആദം നബിയുടെ മക്കളല്ലേ എന്നാണ് അതിനെക്കുറിച്ച് ഗ്രന്ഥകാരൻ പറയുന്നത്. കേരളം ഒരു കൊച്ചു ഭാരതമായിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ മലയാളികളെ കാണാൻ കഴിയാത്ത വിധം അസമികളെ കൊണ്ടും ബീഹാറികളെ കൊണ്ടും ബംഗാളികളെ കൊണ്ടും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. മലയാളികളുടെ മടിക്കുമേൽ ഗൾഫ് പണയുന്ന അവരിന്ന് കേരളത്തിൽ നിന്നും അവരുടെ നാട്ടിലേക്ക് വർഷാവർഷം കൊണ്ടുപോകുന്നത് ഏകദേശം 28,000 കോടി രൂപയാണെന്നത് നാം ചിന്തിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഈ ഒരു കൃതിയിലെ ഒരു ലേഖനത്തിലൂടെ ഗ്രന്ഥകാരൻ നമ്മെ അറിയിക്കുന്നു. നമ്മെ മറവിയിൽ നിന്നും ഓർമ്മകളുടെ ലോകത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ ഗ്രന്ഥകാരൻ പറഞ്ഞു തരുന്ന ട്രിക്ക് ഉപ്പുകൂട്ടി പച്ചമാങ്ങയും നെല്ലിക്കയുമൊക്കെ കഴിക്കുക എന്നതാണ്. മധുരിക്കുന്ന ഓർമ്മകളേക്കാൾ മനസ്സിന് സന്തോഷം പകരുന്ന എന്താണുള്ളത്? പണ്ട് നാണം മറയ്ക്കാനാണ് നാം വസ്ത്രം ധരിച്ചതെങ്കിൽ ഇന്നത് ആൾക്കാരെ ഇംപ്രസ് ചെയ്യിക്കുന്ന വ്യത്യസ്ത ഫാഷനുകളായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ ഉമ്മാമ വരെ ഇന്ന് ഫാഷന്റെ പിറകെയാണ്. അന്ന്
മാറുമറയ്ക്കാനായി സ്ത്രീകൾ സമരം ചെയ്തെങ്കിൽ ഇന്നത് പരമാവധി തുറന്നു കാട്ടാനായി അവർ പരസ്പരം മത്സരിക്കുകയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കോരപ്പൻ്റെ കഥാപശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മിൽ പല വീടുകളിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഭക്ഷണ സാധനങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കുകയും ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ തിരികെ വെക്കുകയും ചെയ്യുക എന്നത്. അമ്മായിയമ്മയും മരുമക്കളും ഈ ഒരു വിഷയത്തിൽ വളരെ ഒരു മത്സരത്തിലാണ്. അമ്മായിയമ്മ ഇത് ചെയ്യുന്നത് ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങൾ പാഴാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണെങ്കിൽ മരുമക്കൾ ഇത് ചെയ്യുന്നത് തികച്ചും മടി കൊണ്ടാണ്. കാരണം ഈ ഫ്രിഡ്ജിൽ എടുത്തു വെക്കുന്ന ഭക്ഷണം കൊണ്ട് നമുക്ക് പിറ്റേന്നും ചൂടാക്കി കഴിക്കാലോ. ഫ്രിഡ്ജ് തുറന്നാൽ തന്നെ വരും ഒരു ചീന മണം. ചൂടാക്കിയാൽ ഏത് ഭക്ഷണവും ഫ്രഷ് ആകുമെന്ന ഒരു സിദ്ധാന്തം ഏതോ ഒരു വിദ്വാൻ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ സഹോദരിമാർ ഇന്ന് രക്ഷപ്പെടും. മീനും മാംസവും 3 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ തന്നെ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മിൽ പലരും ഈ മീനും മാംസവും കൊണ്ട് യൂട്യൂബിൽ പല റെസിപ്പികളും സെർച്ച് ചെയ്യുകയും ഈ മീനും മാംസവും ഉപയോഗിച്ച് അതിൽ പല പല മസാലകളും ചേർത്ത് പുതിയ പുതിയ റെസിപ്പികൾ പരീക്ഷിക്കുകയാണ്. ഇതിൽ സഹോദരിമാരുടെ കാര്യമാണ് ഏറ്റവും രസകരം. കാരണം തൻ്റെ ഭർത്താവ് ഇതുപോലെ പല റെസിപ്പികളും പരീക്ഷിക്കും. ഭാര്യയാണെങ്കിൽ ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എന്ന് പറഞ്ഞ് ഇത് വീഡിയോ എടുക്കുകയും അതിൻ്റെ അവസാനത്തായി ഭർത്താവിനെ കൊണ്ട് ഈ ഭക്ഷണം കഴിപ്പിക്കുകയും ഭർത്താവിനെ കൊണ്ട് അടിപൊളി എന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള ഓരോ ദിവസവും ഈ വീഡിയോയെ വൈറലാക്കാനുള്ള കഷ്ടപ്പാടിലായിരിക്കും നമ്മുടെ സഹോദരിമാർ. ഈ സമയത്ത് നമ്മുടെ വൈറലായിട്ടുള്ള ഈ ഭക്ഷണങ്ങൾ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടാകും. അതായത് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം ക്യാൻസറിന് വരെ കാരണമാകുമെന്നാണ് അമേരിക്കയിലെ വിദഗ്ധരായ ഗവേഷകർ പറയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന പല സംഭവങ്ങളും നർമ്മത്തിൽ ചാലിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഗ്രന്ഥകാരൻ പച്ചമാങ്ങ എന്ന ഈ ഒരു പുസ്തകത്തിലൂടെ നിർവഹിച്ചിരിക്കുന്ന ധർമ്മം എന്നത്. ഒരു നിമിഷം നമ്മെ ചിരിപ്പിക്കുന്നതോടൊപ്പം നമുക്ക് ചിന്തിക്കാനുള്ള വക കൂടി ഈ ഒരു കൃതി നൽകുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന നിരവധി യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത് കൊണ്ട് തന്നെ പച്ചമാങ്ങ എന്ന ഒരു നാമം ഈ ഒരു പുസ്തകത്തിന് തികച്ചും അനുയോജ്യമാണ്. അപ്പോൾ നിങ്ങൾ വായനയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വായനയിൽ പച്ചമാങ്ങ എന്ന ഈ ഒരു പുസ്തകത്തെ കൂടി ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.